നമുക്കറിയാം ലോകത്ത് ഒരുപാട് സമൂഹ മാധ്യമങ്ങൾ നിലവിലുണ്ട്. ഒരുപാട് എണ്ണം ഉണ്ടെങ്കിലും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും അടക്കം ചുരുക്കം ചില സോഷ്യൽ മീഡിയകളാണ് ലോകവ്യാപകമായി കൂടുതൽ പേരും ഉപയോഗിക്കുന്നത്. വേറെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വന്നെങ്കിലും അതൊന്നും ക്ലച്ച് പിടിക്കാതെ കൂട്ടിക്കെട്ടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ വേറെ ചില സോഷ്യൽ മീഡിയകൾ ആളുകളൊന്നും കയറുന്നില്ലെങ്കിലും എന്തിനോ വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇരിക്കെയാണ് ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനിയായ മെറ്റ ത്രെഡ്സ് എന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. ട്വിറ്ററിൻ്റെ മാതൃകയിൽ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു മെറ്റ കൊണ്ടുവന്നത്. ആപ്പ് ലോഞ്ച് ചെയ്തതിന് പിന്നാലെ വലിയ തോതിൽ തന്നെ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നുമൊക്കെ ഡൗൺലോഡ് ചെയ്യപ്പെട്ടു. ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ മില്യൺ കണക്കിന് ഉപഭോക്താക്കളെ നേടാൻ ഈ പ്ലാറ്റ്ഫോമിന് സാധിച്ചു. ഒരു വേള ട്വിറ്ററിനെ തന്നെ മറികടന്ന് ഈ ത്രെഡ്സ് മുന്നോട്ട് വരുമോ എന്ന് പോലും സംശയമുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു ഈ ആപ്പിലേക്ക് ആളുകൾ ഒഴുകിയത്. എന്നാൽ ഈ ഒഴുക്കെല്ലാം പാഴായി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ത്രെഡ്സിലെ ആളുകളുടെ ബഹളം പതിയെ കുറയുകയാണ്. ത്രെഡ്സ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ആദ്യഘട്ടത്തിൽ നിരവധി ഉപയോക്താക്കൾ ട്വിറ്ററിൽ നിന്ന് ത്രെഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. വെറും 10 ദിവസത്തിനുള്ളിൽ ആപ്പ് 150 ദശലക്ഷത്തിലധികം ഡൗൺലോഡുകൾ നേടി. എങ്കിലും അതിൻ്റെ ദൈനംദിന ഉപയോഗം ഏകദേശം 50% കുറഞ്ഞിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൻ്റെ ദൈനംദിന ഉപയോഗം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് എന്നും നേരത്തെ ഉണ്ടായിരുന്ന 20 മിനിറ്റിനെ അപേക്ഷിച്ച് പ്രതിദിനം 10 മിനിറ്റ് മാത്രമേ ഇപ്പോൾ ആളുകൾ ത്രെഡ്സിൽ ചിലവഴിക്കുന്നുള്ളൂ എന്നുമാണ് പുതിയ കണക്കുകൾ വരുന്നത്. സെൻസർ ടവർ പുറത്തുവിട്ട ഡാറ്റ അനുസരിച്ച് ജൂലൈ 5 ലോഞ്ച് ചെയ്തതിനു ശേഷം ത്രെഡ്സിൻ്റെ പ്രതിദിന ആക്റ്റീവ് ഉപയോക്താക്കളുടെ എണ്ണം ഏകദേശം 20% ആണ് കുറഞ്ഞിരിക്കുന്നത്. സമാനമായി ആൻഡ്രോയിഡ് ഫോണുകളിലെ പ്രതിദിന ആക്റ്റീവ് ഉപയോക്താക്കളിൽ 25%-ലധികം കുറവ് ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ ആളുകൾ ചിലവഴിക്കുന്ന സമയത്തിൽ 50%-ലധികം കുറവും ഉണ്ടായിട്ടുണ്ട്. വൈകാതെ മെറ്റ ട്വിറ്ററിന് സമാനമായ കൂടുതൽ സവിശേഷതകൾ ഈ ത്രെഡ്സിൽ കൊണ്ടുവരും എന്നാണ് പറയുന്നതെങ്കിലും ഇതുകൊണ്ടെല്ലാം ആളുകൾ ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് സംശയം. കാരണം ഈ ത്രെഡ്സിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിലവിലുള്ള സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ത്രെഡ്സിലുള്ളതിനേക്കാൾ ഫീച്ചറുകൾ ട്വിറ്ററിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. അങ്ങനെയുള്ളപ്പോൾ ആളുകൾ എന്തിനാണ് ത്രെഡ്സിലേക്ക് പോകുന്നത് എന്നതാണ് ചോദ്യചിഹ്നം.